പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളെ കയ്യിലേക്ക് അമിതമായി കുറച്ച് പണം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതാണ് ഇന്നത്തെ എൻ്റെ ചോദ്യം. നമ്മളെ ലോട്ടറിയിലോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലോ നമ്മളെ കയ്യിൽ ചിലപ്പോൾ അമിതമായി പണം വന്നെത്തും. ഈ പണം വന്നെത്തുമ്പോഴത്തേക്ക് നമ്മളെ അടുത്ത് നമുക്ക് സുഹൃത്തുക്കൾ വർദ്ധിക്കും, ബന്ധുക്കൾ വർദ്ധിക്കും. ഇതെല്ലാം നമുക്ക് വർധനവുകളുണ്ടാവും. പക്ഷെ ഇതെല്ലാം വരുമ്പോഴും നിങ്ങൾ ഒരു കാര്യം മാത്രം ചെക്ക് ചെയ്യുക. കാര്യം ഇവരെ നമ്മൾ തിരിച്ചറിയുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഏറെക്കുറെ നമ്മൾ ഇവരെ വാച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരെന്തിനു വേണ്ടിയാണ്, നമ്മളെ പണത്തിന് വേണ്ടിയാണോ അതോ നമ്മളെ സ്നേഹിക്കാൻ വരുന്നവരാണോ എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അവരെ നിരീക്ഷിക്കണം. നല്ല രീതിയിൽ നിരീക്ഷിച്ചെങ്കിൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാകൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ധനം വന്നാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായി നമ്മൾ നമ്മളെ സ്വഭാവങ്ങളെ മാറ്റി കളയരുത്. അതായത് പണ്ടത്തെ പോലെ ഉള്ള ലാളിത്യവും നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ ഒക്കെ നമ്മൾ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ലത് മാത്രമേ വരുത്തുള്ളൂ. അല്ലാതെ നമ്മളെ സ്വഭാവങ്ങൾ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിയാണ്, ലക്ഷ്മി ദേവി വന്ന് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ അത് നേരെ ചൊവ്വെ വിനിയോഗിച്ചില്ലെങ്കിൽ ലക്ഷ്മി ദേവി നല്ല രീതിയിൽ നമ്മളെ ദ്രോഹിച്ചുകൊണ്ടേ പോകുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.